families, welcome back to our channel, La Family Vlogs. അപ്പം അയ്യോ ഞാൻ മറ്റന്നാളെ പ്രസവിക്കാൻ പോണ് മറ്റന്നാളെ പ്രസവിക്കാൻ പോണ്. അപ്പം എന്റെ തലേ ദിവസത്തെ ലാസ്റ്റ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ വന്നിരിക്കുന്ന ലുലു മോളാണ്. ചെറുതെന്ന് പറഞ്ഞാൽ നമ്മള് ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് എടുത്തിട്ടില്ലായിരുന്നു, നമ്മള് സാധാ ഫീഡിങ് നൈറ്റ് ആണ് എടുത്തത്. പക്ഷെ ഹോസ്പിറ്റൽക്കാർ പറഞ്ഞ ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് തന്നെ വേണമെന്ന്. അപ്പൊ അത് നമുക്ക് ലുലുവിൽ കിട്ടും. പിന്നെ വേറെ അല്ലാതെ അങ്ങനെ പ്രതീക്ഷ. പിന്നെ കുറച്ച് കിണ്ണവും കാര്യങ്ങളും, ഭാവയ്ക്ക് കിണ്ണം സ്പൂണൊക്കെ വേണം. ഇൻ കേസ് പാല് കിട്ടിയില്ലെങ്കിൽ ഒരു ഫോർമുല കലക്കാനുള്ള ഒരു രീതിയില്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് പോകണേല നല്ലതെന്നുള്ള രീതിയിലാണ് ഇവിടെ വരണത്. പിന്നെ നമ്മളെ പിള്ളേർക്കായാലും ചിക്കനൊക്കെ വാങ്ങണം. കാരണം ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അവർക്കും ഫുഡൊക്കെ നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് നമ്മളെ ലുലുമോള് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡിന്നർ ഡേറ്റ് പോകാൻ ഇവിടെ ഇരിക്കുകയാണ്. കാരണം നമ്മള് രണ്ടുപേരും എന്തോന്ന് കപ്പിൾ അവേഴ്സ്. അതെ. അത് കഴിഞ്ഞിട്ട് നമ്മള് അമ്മയും അച്ഛനും പാരന്റ്ഹുഡിലോട്ട് കിടക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടി ഡിന്നർ ഡേറ്റും ഇതാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ലാസ്റ്റ് പ്രിപ്പറേഷൻ ഡേ ഓഫ് പ്രഗ്നൻസി. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. വാവ അനിയൊക്കെ തുടങ്ങി കേട്ടോ. വാവ കള്ളനാണ് കേട്ടോ. കള്ളനോ കള്ളിയോ ആരായാലും കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോയപ്പം അവര് പറഞ്ഞ് അടുത്ത ദിവസം വന്ന് ഹോസ്പിറ്റലിൽ ഇന്ന് ചെന്ന് NST എടുക്കാനാണ് ചെന്നത്. എടുക്കാൻ പോയപ്പോ അടുത്ത ദിവസം വന്ന് ഇതേപോലെ NST എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേ ഞാൻ പറഞ്ഞ ഡോക്ടർ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് വയ്യാത്ത അവസ്ഥയാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് PV ചെയ്തേക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് അടുത്ത ആഴ്ച വേണം പറഞ്ഞേക്കുന്നതായിരുന്നു ഡെലിവറി ഡേറ്റ്. അടുത്തൊരു ഏപ്രിൽ 17 or 18 ആ ടൈമിലായിരുന്നു വരേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഇന്ന് നമുക്ക് PV എടുത്ത് നോക്കാം. PV എടുത്തപ്പോഴാണ് വാവരെ പ്ലാസിന്റെയും തലയൊക്കെ താഴെ വന്ന് നിക്കണം അല്ലേ. അപ്പം പറഞ്ഞു അയ്യോ ഇത് ഇന്ന് തന്നെ അഡ്മിറ്റ് ആവണം, നാളെ നമുക്ക് C-സെക്ഷൻ. നോർമൽ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം പ്ലാസിന്റെ നല്ല താഴെ ഇറങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ പറ്റൂല, C-സെക്ഷനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇന്ന് എനിക്ക് അഡ്മിറ്റ് ആവാൻ വയ്യ, ബിക്കോസ് ഞാൻ പ്രിപ്പയർ ചെയ്യില്ലെന്നു ഭയങ്കര കരച്ചിലും പിരിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് ചെറിയൊരു BP വേരിയേഷനും വന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ എന്നെ കാമാക്കണം. അന്ന് ശരി ഓക്കെ, വീട്ടിൽ പോയിട്ട് നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അഡ്മിറ്റ് ആവാം. എന്നിട്ട് മറ്റന്നാള് അതായത് ഏപ്രിൽ 12 നമുക്ക് ഡെലിവറി ചെയ്യാം, C-സെക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയുള്ള ഓട്ടം പാച്ചിൽ. വീട്ടിൽ പോയിട്ടാണ് അടുത്ത വീഡിയോ എടുക്കണം. അത് വാട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ്. അത് നമ്മൾ ചെയ്തിട്ടില്ലേ എന്നല്ലേ. എല്ലാ അവസാന നിമിഷം കൊണ്ടാണ് ഓടണത്. സത്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെയാണ് കേട്ടോ പോണത്. എല്ലാം ഓടിയാണല്ലേ നമ്മൾ തീർക്കുന്നത്. കല്യാണം എല്ലാം അങ്ങനെ നമുക്ക് എല്ലാം ലാസ്റ്റ് നിമിഷം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെ അപ്പൊ ഇനി നേരെ അകത്ത് കയറണം, നൈറ്റ് സെക്ഷനിൽ പോകണം, ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ചും കൂടെ പോകണം. ഇത്രയും. പിന്നെ എനിക്ക് കുറച്ച് കൊതികളൊക്കെ ഉണ്ട്, അതും കൂടെ തിന്നിറക്കണം. ഇനി പ്രഗ്നന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഏട്ട ഇത് വേണമെന്ന് പറഞ്ഞ ഏട്ടൻ പറയും കാലി പോക്കറ്റ് നെഹിഹേ എന്നല്ലത് പറ. അപ്പൊ അതിന് മുന്നേ നമ്മള് ബുദ്ധിപരമായി നമ്മൾ ചെയ്യണം. ഓക്കെ വാ. അങ്ങനെ ഒരു 1.5 ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മള് എവിടെ പോന്ന് ഒരു രക്ഷയില്ലാത്ത തിരക്കേട്ടാ. നിന്ന് തന്നെ ആള് മൊത്തം ഒരുപാടായി. കുറച്ച് കാണിച്ചോളൂ. നമ്മൾ ആദ്യമായിട്ടാണ് 3000 രൂപയ്ക്ക് പറഞ്ഞല്ലേ. കൊള്ളാം. അതേ വാങ്ങിച്ചുള്ളത്. അനാവശ്യമായിട്ടൊന്നും നമ്മൾ ഈ വട്ടം വാങ്ങിച്ചില്ല. അങ്ങനെ ജങ്ക് ഫുഡ് ഐറ്റംസ് ഇല്ല, ഫുൾ ഹെൽത്തി മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്റെ മണിക്കൂറല്ല, ഒരു ദിവസം കുറച്ച് മണിക്കൂർ. ഒരു ദിവസം ഇല്ല, 1 മണിക്കല്ലേ ചെയ്യാൻ പറഞ്ഞ. ഒരു ദിവസമാണ് ഭയങ്കര ഞാൻ ഏതൊരു ലോകത്താണ് ഇപ്പൊ നിൽക്കുന്നത് നീയാ. അപ്പൊ ഇനി ഡിന്നർ ഡേറ്റിന് പോണം. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളൊരു മൽബറി കാണിച്ചായിരുന്നു. സംഭവം വിശന്നിട്ടില്ല. നമ്മൾ ഈ ഇടയ്ക്കൊന്നും പോണ ലക്ഷണമില്ല അല്ലേ. മൽബറി
കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്. വീട്ടില് മലബാറി ഉണ്ട്, പക്ഷെ നമുക്കത് കിട്ടാറില്ല. അതാണ് പച്ച ആപ്പയെ ആരോ പറഞ്ഞു. ആരോ കൊണ്ടുപോകും. ദാ. ഓൾറെഡി നല്ല മധുരം ഉണ്ട് കേട്ടോ. ഈ കാണിച്ചാൽ ഈ കാണിക്കും ഇന്ന് വീടിലോട്ട്. ഓ ഇങ്ങനെ മലബാറി കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളതിനുള്ളത് ഈ ചോട്ടയാണ്, നമ്മളെ നല്ല നീളം വരും. സൂപ്പർ അല്ലേ? മധുരം ഇതിന് കിട്ടുന്നത് നിനക്ക് മധുരമാണോ? എനിക്ക് കുറച്ച് പോയിട്ട് മധുരം. മധുരം കഴിക്കാം, നല്ല സൂപ്പർ ടേസ്റ്റ്. അതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ തിന്നണം. വിശന്നിട്ട് നല്ല മധുരം. വണ്ടീന് മോളിൽ ഇനി തരുന്ന മാളൂടെ അമ്മയ്ക്കും കിട്ടില്ല, അത് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മൾ ഈ പായസം അടച്ചു മാമ്പഴ പായസം വീട്ടിൽ പോയിട്ട് അത് വീട്ടിലെല്ലാരും കൂടെ എന്താ ചെയ്യും. കുറെ വെറൈറ്റി ഉണ്ട് ഇവിടെ പായസം. നമ്മളൊക്കെ മാമ്പഴ പായസമാണ്. അപ്പൊ നേരെ ടെറസ് നോക്കാം. ഫൈനലി നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? ടെറസ് ബൈ മക്കാവോ. ടെറസ് ബൈ മക്കാവോ. ഇനിയുണ്ട് 750 ചെയ്യാറില്ല. നമ്മൾ അടിപൊളി വ്യൂല്. നമ്മൾ എൻജോയിങ് അവർ കപ്പിൾ ലൈഫ് വിത്ത് അമ്മൂസ് കേക്ക്. എനിക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ്, ചിക്കൻ സ്റ്റീക്ക്. അപ്പം ഐസ് തരാം. പംകിൻ ഡിന്നർ ഡേറ്റിൽ പംകിൻ. എങ്ങനെയുണ്ട്? ആ എങ്ങനെയുണ്ട്? പുളിപ്പാ. ലൈക്ക് ഇറ്റ്. ചോറ് സോസ്. നൈസ് ചോറടാ. നെല്ലി ചോറ്. നെല്ലി ചോറടാ. റൈസിന് കിട്ടില്ല, റൈസ് ഇപ്പോഴേ തീർക്കണ്ടേ. നമ്മളെ ഡിന്നർ ഡേറ്റിന്റെ കഴിഞ്ഞ് വടക്കേ യാത്രയിലോട്ടാണ്. എവിടെ? വീട്ടിലോട്ട് വേറെ എവിടെ രാത്രി വീട്ടിൽ പോയി പാക്കിംഗ് ഒക്കെ ചെയ്യണം. പാക്കിംഗ് ചെയ്യണം, സെറ്റ് ആവണം. രാത്രി കിനാവള് കണ്ട് ഉറങ്ങണം. ഇത് ഉറങ്ങാൻ എനിക്ക് പറ്റൂല, ഞാൻ ഇത് ആലോചിച്ച് നിൽക്കും. പിന്നെ പിന്നെ വീട്ടിൽ പോയി പിന്നെ നാളെ ഹോസ്പിറ്റലായിരിക്കും. എനിക്ക് പറ്റൂല ടെൻഷൻ. അപ്പം ബാക്കി നാളെ ഹോസ്പിറ്റൽ വിശേഷം കാണിച്ചു തരാം. അതെ, ടാറ്റാ.